ഹായ് മക്കളെ, നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്ന ഫിംഗർ പ്രിന്റ് സെർച്ചറിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് PSC പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കി നോക്കാം. ഓഫ് കോഴ്സ് ടോട്ടൽ മാർക്ക് വരുന്നത് 100 ആണ്. ഫിസിക്സും കെമിസ്ട്രിയുമാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. IT, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നീ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. മൊഡ്യൂൾ വൈസ് ഇവർ സിലബസ് കൊടുത്തിട്ടുണ്ട്. 8 മൊഡ്യൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കെമിസ്ട്രിയാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിസിക്സ് ജസ്റ്റ് ഒന്ന് നോക്കുക. മൊഡ്യൂൾ 1 ഇത്രയും കാര്യങ്ങളുണ്ട്, 12 മാർക്കിനാണ്. മൊഡ്യൂൾ 2 അഗെയിൻ 12 മാർക്കാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ മൊഡ്യൂൾ 3 നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഡിസ്പേർഷൻ, റിഫ്രാക്ഷൻ, ഇന്റർഫറൻസ്, റിഫ്ലക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൈറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ തെർമോഡൈനാമിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ ടോട്ടൽ ഓഫ് 36 മാർക്സ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോളൂ, മൊഡ്യൂൾ 4, 5, 6, 7 ആൻഡ് 8 നിങ്ങൾക്കൊരു 64 മാർക്സ്, അതായത് 36 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 64 മാർക്കും കെമിസ്ട്രിക്കാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. മൊഡ്യൂൾ 4 വരുമ്പോൾ ബോർ മോഡൽ ഓഫ് ആറ്റം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 4 വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ മൊഡ്യൂൾ വൈസ്, ചാപ്റ്റർ വൈസ് ആയിട്ട് എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലേ, ബോർ മോഡലൊക്കെ വരുന്നത് എവിടെയാണ്? ഈ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് എഗെയിൻ നിങ്ങൾക്ക് ടെസ്റ്റും അതിൻ്റെ ഡിസ്കഷനും ഒക്കെ ഇവിടെ തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഓരോ ടെസ്റ്റ് ഉണ്ടാകും. അതിൻ്റെ ഡിസ്കഷനും അതിൻ്റെ ടെസ്റ്റ് ഡിസ്കഷൻ്റെ PDFും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് എന്താണ്? നിങ്ങളൊന്ന് നോക്കി മൊഡ്യൂൾ 4 വരികയാണെങ്കിൽ യെസ്, മൊഡ്യൂൾ 4 പിന്നീട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ക്രിസ്റ്റൽ സ്ട്രക്ചർ, ക്രിസ്റ്റൽ സിമ്മട്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, മില്ലർ ഇൻഡിസസ്, ബ്രേവിയസ് ലാറ്റിസ്, ബ്രാക്സ് ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോളിഡ് സ്റ്റേറ്റിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോളിഡ് സ്റ്റേറ്റിൽ താഴത്തെ മൊഡ്യൂളിലൊക്കെ ബ്രാക്സ് ലോയും അതേപോലെ മില്ലർ ഇൻഡിസസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ക്രിസ്റ്റൽ സിമ്മട്രി ആണെങ്കിലും എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ എക്സാം ഡിസ്കഷനും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വേണ്ട, നിങ്ങൾ ഒരു കാര്യം കൂടെ നോക്കുക. മൊഡ്യൂൾ 4 വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? റേഡിയോ ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ആ മൊഡ്യൂൾ 6 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ ഇവിടെ റേഡിയോ ആക്ടിവിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഞാൻ മൊഡ്യൂൾ 6 അത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അഗെയിൻ മൊഡ്യൂൾ 5 ഇത്രയേ ഉള്ളൂ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. ഇനി മൊഡ്യൂൾ 5 എന്ന് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ആദ്യം എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഐഗൻ ഫംഗ്ഷൻ, ഐഗൻ വാല്യൂസ്, ആപ്ലിക്കേഷൻ ഓഫ് പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ്, റേഡിയൽ ആൻഡ് ആംഗുലാർ വേവ് ഫംഗ്ഷനും കാർട്ടീഷ്യൻ നിങ്ങൾക്ക് സിലബസിൽ കാണാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. കാർട്ടീഷ്യൻ ടു പോളാർ കോർഡിനേറ്റും കാര്യങ്ങളും അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് അബൌട്ട് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ ക്രിസ്പായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നീട് ഓഫ് കോഴ്സ് ക്വാണ്ടം മെക്കാനിക്സ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കേട്ടോ, റേഡിയൽ ആൻഡ് ആംഗുലർ ഫംഗ്ഷൻ ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കൺവേർഷൻ ഓഫ് കാർട്ടീഷ്യൻ ടു പോളാർ കോർഡിനേറ്റ് ഞാനിപ്പോൾ കാണിച്ചു തന്നു, അതൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെയുള്ളത് നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള റൊട്ടേഷണൽ, വൈബ്രേഷണൽ, രാമൻ, NMR സ്പെക്ട്രോസ്കോപ്പിയൊക്കെയാണ് ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത്. യെസ്, അതാണ് നമ്മുടെ സ്പെക്ട്രോസ്കോപ്പി. അതേപോലെ തന്നെ സ്പെക്ട്രോസ്കോപ്പിയൊക്കെ നിങ്ങൾക്ക് രാമൻ സ്പെക്ട്രോസ്കോപ്പി ആണെങ്കിലും വൈബ്രേഷണൽ ആണെങ്കിലും റൊട്ടേഷണൽ ആണെങ്കിലും NMRും UVയും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ക്രിസ്പായിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഇനി സ്പെക്ട്രോസ്കോപ്പി കഴിഞ്ഞാൽ പിന്നെന്താണുള്ളത്? യെസ്, നമുക്ക് സിലബസ് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പോവാം. യെസ്, നമ്മുടെ സൊല്യൂഷൻസിനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയൽ, നോൺ ഐഡിയൽ സൊല്യൂഷൻ, ഹെൻറീസ് ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അല്ലേ. യെസ്, അപ്പോൾ സൊല്യൂഷൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റും. കുളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഐഡിയൽ, നോൺ ഐഡിയൽ, കുളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, എക്സാം ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് വരുന്നത് സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റ് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ക്രിസ്റ്റലൈൻ സോളിഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് വേണമെന്നില്ല, നേരത്തെ നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നീട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പ്രെസിപ്പിറ്റേഷൻ ഓഫ് കാറ്റയോൺസ്, പ്രിൻസിപ്പിൾസ് ഓഫ് വോളിയോമെട്രിക് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ക്രൊമാറ്റോഗ്രഫി ഉണ്ട്. യെസ്, അപ്പോൾ ക്രൊമാറ്റോഗ്രഫി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എക്സ്പെരിമെൻ്റൽ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് വോളിയോമെട്രിക് അനാലിസിസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. പ്രെസിപ്പിറ്റേഷൻ ഓഫ് കാറ്റയോൺസ്. പിന്നീടുള്ളത് എന്താണ്? യെസ്, നമ്മുടെ പൊല്യൂഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, സിമെൻറ്റ്, ഫെർട്ടിലൈസേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതും നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ MCQസും. ഓക്കെ, സോ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ
മൊഡ്യൂൾ 5 നമുക്ക് കഴിഞ്ഞു. ഇനി മൊഡ്യൂൾ 6ലേക്ക് വരികയാണെങ്കിലോ, മൊഡ്യൂൾ 6ലേക്ക് വരികയാണെങ്കിൽ അഗെയിൻ ആറ്റം മോഡലൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. സ്ട്രക്ചർ ഓഫ് ആറ്റം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിനെ നോക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ നമ്മുടെ LCAO എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് കെമിക്കൽ ബോണ്ടിങ് ആണ് അല്ലേ. കെമിക്കൽ ബോണ്ടിങ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഹൈഡ്രജൻ ബോണ്ട്, ഇന്റർമോളിക്കുലാർ ബോണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊഡ്യൂൾ 6ലേക്ക് നമ്മൾ വരിക. സ്ട്രക്ചർ ഓഫ് ആറ്റം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രജൻ ബോണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ യെസ് അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇന്റർമോളിക്കുലാറും ഇന്ററും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സെപ്ഷൻസും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിത് കണ്ടുപോകാം. നിങ്ങൾക്ക് ബോൺ ഹേബർ സൈക്കിളും കാര്യങ്ങളൊക്കെ ഹെസസ് ലോയും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ദെൻ കമ്മിങ് ബാക്ക് ടു പിന്നെന്താണ്, യെസ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, സ്ലേറ്റേഴ്സ് റൂളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലും പോളിംഗ് മുള്ളിക്കൻ സ്കെയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതാ ഇവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ, ഓക്കെ, പോളിംഗ് സ്കെയിൽ, മുള്ളിക്കൻ സ്കെയിൽ, ഓൾറെഡി റേഷ്യോ സ്കെയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻസ് ഇവിടെ കാണാൻ പറ്റും. സ്ലേറ്റർ റൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ. റെപ്രസെൻറ്റേറ്റീവ് എലമെൻസിനെ പറ്റിയാണ് പിന്നീട് പറയുന്നത്. റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അപ്പോൾ DNFും P ബ്ലോക്കൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. DNF ഇതാ അതേപോലെ K2Cr2O7 KMnO4 അല്ലേ. ചാർജ് ട്രാൻസ്ഫർ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് നോക്കുക. പിന്നീടുള്ളത് മെറ്റലർജിയാണ് അല്ലേ. യെസ്, മെറ്റലർജി എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ മെറ്റൽസിൻ്റെ ഒക്കറൻസും സ്റ്റീലിനെ പറ്റിയൊക്കെ ഉള്ളതാണ്. എക്സ്ട്രാക്റ്റീവ് മെറ്റലർജി ഓഫ് അലൂമിനിയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. അതൊക്കെ നമ്മൾ എക്സ്ട്രാക്ഷൻ ഓഫ് FeCu അലൂമിനിയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിമ്പിളായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഈ കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. അലൂമിനിയത്തിൻ്റെ ഒക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഹോൾട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ. ഓൾറൈറ്റ്, അപ്പോൾ അത്രയാണ് മെറ്റലർജിയിൽ നിങ്ങൾ കവർ ചെയ്യേണ്ടത്. നിങ്ങൾ എത്രത്തോളം കവർ ചെയ്യണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. ഇനി കോർഡിനേഷൻ ആണെങ്കിൽ ഓഫ് കോഴ്സ് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കണം. ഒപ്റ്റിക്കൽ ഐസോമറിസം, സ്ട്രക്ചറലും നോമൻക്ലേച്ചറും, ബാലൻസ് ബോണ്ട്, CFT, ജോൺ ടെല്ലർ എഫക്റ്റ്, അതേപോലെ CFSE ഇത് എക്സ്ട്രാ ആയിരുന്നു അല്ലേ. CFSE എക്സ്ട്രാ എന്നല്ല, CFSE ഒക്ടാഹിഡൽ ടെട്രഗണൽ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ്, അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, CFSE എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ ഒക്ടാഹിഡൽ ടെട്രാഹിഡൽ ആൻഡ് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആപ്ലിക്കേഷൻസ്. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ വിട്ട് കളയുന്ന ടോപ്പിക്കാണ്, പക്ഷേ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ക്രിസ്റ്റൽ സ്പ്ലിറ്റിംഗ് എത്രയാണ്, ആർക്കാണ് കൂടുതൽ എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, യെസ്, ദാറ്റ്സ് അബൌട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. പിന്നെന്താണുള്ളത്, റേഡിയോ ആക്ടിവിറ്റി. യെസ്, നോക്കുകയാണെങ്കിൽ N/P റേഷ്യോ, ഹാഫ് ലൈഫ്, ഇതൊക്കെ ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. N/P റേഷ്യോ ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ. ഹാഫ് ലൈഫ് പീരീഡ്, അതേപോലെ ഗിഗർ നട്ടൽ ലോ, ഡിസിൻറ്റഗ്രേഷൻ സീരീസ്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഓരോന്ന് എടുത്ത് നോക്കിയാൽ യെസ്, ഇവിടെ ന്യൂക്ലിയർ ഫിഷനെ പറ്റിയും ഫ്യൂഷനെ പറ്റിയും ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഹാഫ് ലൈഫ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ട് തന്നെയാണ് ഇതൊക്കെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു കാര്യങ്ങൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, N/P റേഷ്യോ, ഹാഫ് ലൈഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് നിങ്ങൾ കവർ ചെയ്യേണ്ട കാര്യമാണ്. DK സീരീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡോട്ടറും പാരൻ്റൊക്കെ ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. റേഡിയോ ആക്ടിവിറ്റി ആയി. ആൻഡ് ഓഫ് കോഴ്സ് പിന്നെന്താണുള്ളത്, ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഉണ്ട് അല്ലേ. യെസ്, പിന്നെന്താണ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഉണ്ട്, അതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ടാണ് മൊഡ്യൂൾ 7. മൊഡ്യൂൾ 7 14 മാർക്കാണ്. മൊഡ്യൂൾ 6 ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 12 മാർക്കാണ്. മൊഡ്യൂൾ 5ലേക്ക് വരുമ്പോൾ 14 മാർക്സ്. ഓക്കെ, മൊഡ്യൂൾ 4 ആണെങ്കിൽ 12 മാർക്സ്. അപ്പോൾ തന്നെ 26ഉം 38 മാർക്കായി അല്ലേ. പിന്നെ ഉള്ളത് എന്താണ്, മൊഡ്യൂൾ 7 ആണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കൊളീഷൻ നമ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പോസ്റ്റുലേറ്റ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, കൊളീഷൻ നമ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് അതിലേക്ക് വരികയാണെങ്കിൽ യെസ്, മൊഡ്യൂൾ 7 അല്ലേ.
അപ്പോൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയൊക്കെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓൾറൈറ്റ്. ഇനി താഴോട്ട് വരികയാണെങ്കിൽ നമ്മുടെ തെർമോഡൈനാമിക്സ് ഉണ്ട് അല്ലേ, ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ് ഒക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി തെർമോഡൈനാമിക്സിൻ്റെ കാര്യങ്ങളാണ്, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വരെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, തെർമോഡൈനാമിക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എൻട്രോപ്പിയും ഗിബ്സ് ഫ്രീ എനർജിയും ജൂൾ തോംസൺ എക്സ്പാൻഷനും ഒക്കെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇക്വിലിബ്രിയവുമായി റിലേറ്റഡ് ആണ് അല്ലേ, ഇക്വിലിബ്രിയവുമായിട്ട്. യെസ്, ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഒരുപാട് കുറച്ച് ഡെപ്തിലുള്ളതാണ്. കെമിക്കൽ ഇക്വിലിബ്രിയം, അയണിക് ഇക്വിലിബ്രിയവും ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റും. കെമിക്കൽ ഇക്വിലിബ്രിയം നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക, എസ്പെഷ്യലി ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളൊക്കെ. ഓക്കെ, ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ്. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കുക. യെസ്, ഇനി അടുത്തെന്താണ്, ഇക്വിലിബ്രിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, യെസ്, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൂറസെൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഫോട്ടോസിന്തസിസിനെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ ഫ്ലൂറസെൻസും ഫോസ്ഫോറസെൻസിനെ പറ്റിയൊക്കെ ഇത് ഇവിടെ നിന്നൊക്കെ ചോദ്യം ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫോട്ടോ സിസ്റ്റം 1, 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾ കെമിസ്ട്രി പരമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, PS2 PS1 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ആൻഡ് ഫ്ലൂറസെൻസ് ഫോട്ടോ കെമിസ്ട്രി ശരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, യെസ്, കുറച്ച് കാര്യങ്ങളുണ്ട്, സിംഗ്ലെറ്റ്, ട്രിപ്ലെറ്റ്, അതേപോലെ ജെബ്ലോൺസ്കി ഡയഗ്രം ഒക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് ഫോട്ടോ കെമിസ്ട്രി ആയിട്ടുള്ളത്. പിന്നെന്താ, സർഫസ് കെമിസ്ട്രി. യെസ്, സർഫസ് കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് അല്ലേ. കെമിസ് ഓപ്ഷനും ഫിസിക്സ് ഓപ്ഷനും അഡ്സോപ്ഷൻ ഐസോതേം ഒക്കെ നമ്മളോട് ഗോൾഡ് നമ്പർ, യെസ് ഓഫ് കോഴ്സ് ഗോൾഡ് നമ്പറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ സർഫസ് കെമിസ്ട്രി ഗോൾഡ് നമ്പറും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റീവ് കൊളോയിഡിലാണ് വരിക അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൊളോയിഡൽ പ്രോപ്പർട്ടീസിലും കാര്യങ്ങളിലൊക്കെ. ഓക്കെ, അപ്പോൾ അഡ്സോപ്ഷൻ ഐസോതേമൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും, ഫ്രെഡ്ലിഷും ബാക്കിയുള്ള ഒക്കെ കാര്യങ്ങൾ കാണാൻ പറ്റും. യെസ്, പിന്നീട് വരുന്നത് ഫേസ് ഇക്വിലിബ്രിയത്തിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫേസ് ഇക്വിലിബ്രിയം, കമ്പോണൻറ്റ് ആൻഡ് ഡിഗ്രി ഓഫ് 1 കമ്പോണൻറ്റ് 2 കമ്പോണൻറ്റ് സിസ്റ്റം ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്, ഫേസ് ഇക്വിലിബ്രിയത്തിനെ പറ്റിയിട്ട് 1 കമ്പോണൻറ്റ്. ഇത് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക, ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. 1 കമ്പോണൻറ്റും 2 കമ്പോണൻറ്റും ഒക്കെ ഉണ്ട്. ഇത് മേ ബി ഇത് അറിയാത്ത ഒരാൾക്ക് ഓഫ് കോഴ്സ് ഈ ഒരു ഇക്വേഷനിൽ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്കിത് വായിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, യെസ്, ഇനി ഫേസ് ഇക്വിലിബ്രിയം കഴിഞ്ഞാൽ എന്താണ്, ഇലക്ട്രോ കെമിസ്ട്രി. ഓഫ് കോഴ്സ് ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കൊളറാഷ്യസ് ലോയും ഒക്കെ ഇലക്ട്രോ കെമിക്കൽ സീരീസൊക്കെ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഗാൽവാനിക് സെല്ല്, കൊളറാഷ്യസ് ലോ, നേൺസ്റ്റ് ഇക്വേഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, നേൺസ്റ്റ് ഇക്വേഷൻ എന്നൊക്കെ പറയുന്നത്. യെസ്, അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഫിസിക്കലാണ് ഈ ഒരു കാര്യം. പക്ഷേ ഇവിടെയൊക്കെ ചോദിക്കുന്നത് E0 സെല്ലും ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ഒരുപാട് പ്രോബ്ലംസിലൂടെ കടന്നു പോയാൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നമ്മളൊരു കോഡ് വെച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. യാ, അങ്ങനെയാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെയുണ്ട്, കൈനറ്റിക്സിൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെയൊക്കെ കൈനറ്റിക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ, ഫസ്റ്റ് ഓർഡർ തേർഡ് ഓർഡർ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൈനറ്റിക്സും നമുക്ക് കവർ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാനിതൊരു ഉദ്ദേശിക്കുന്നത് ഒരു ക്രാഷ് കോഴ്സ് ആയിട്ടല്ല, മറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ക്രാഷ് കോഴ്സ് നടത്തിയിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല അല്ലേ. യെസ്, ആൻഡ് മൊഡ്യൂൾ 8 വരികയാണെങ്കിൽ അത് കംപ്ലീറ്റ് എന്താണ്, ഓർഗാനിക് കെമിസ്ട്രി ആണ്. നിങ്ങൾക്കറിയാം മീസോമറിക് എഫക്റ്റ്, കുറേ എഫക്റ്റ് SN1 SN2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതൊരു പാക്കേജ് ആയിട്ടാണ് അല്ലേ. ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ഇൻഡക്റ്റീവ്, റെസണൻസ്, ഹൈപ്പർ കോൺജുഗേഷൻ, ഇൻ്റർമീഡിയറ്റ്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ആൻഡ് അഗെയിൻ സ്റ്റീരിയോ ഐസോമറിസം എന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേർ വിട്ട് കളയുന്ന കുറച്ച് കാര്യങ്ങളാണ് സ്റ്റീരിയോ ഐസോമർ അല്ലേ. ഇനാൻഷ്യോമർ എന്താണ്, ഡയാസ്റ്റീരിയോമർ എന്താണ്, റെസിമിക് മിക്സ്ചർ, റെസൊല്യൂഷൻ മെത്തേഡ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയൊക്കെ പറയുന്നുണ്ട്. റെസൊല്യൂഷനിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ ടൈപ്പിലുള്ള റെസൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എങ്ങനെ മെത്തേഡ്സ് ഓഫ് റെസൊല്യൂഷൻ ഏതൊക്കെയുണ്ട്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബയോ കെമിക്കൽ മെത്തേഡ്, കെമിക്കൽ മെത്തേഡ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യെസ്, പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊരു ഞാൻ പറഞ്ഞു +2 ലെവലിൽ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഹാലോ ആൽക്കെയിൻസും ആൽക്കഹോൾസും ആൽഡിഹൈഡ്സും ഒക്കെ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവർ ജസ്റ്റ് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആക്ച്വലി ഹാലോ ആൽക്കെയിൻസിൽ വരുന്നതാണ്. ഹക്കൽ റൂൾ എന്നൊക്കെ പറയുന്നത്
ബെൻസീൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഹൈഡ്രോ കാർബണിൽ വരുന്നതാണ്. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ജസ്റ്റ് ഒറ്റ ലൈനിൽ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിൻ്റെ എക്സാംസ് ഡിസ്കഷൻസ് ഒക്കെ ഇവിടെയുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഫൈനലി പോളിമറിൻ്റെ ഒരു കാര്യം കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പോളിമറും കൂടെ നിങ്ങളൊന്ന് നോക്കാം. ഓക്കെ, പോളിമർ, യെസ്, ആ പോളിമറിൻ്റെ കാര്യങ്ങൾ, കണ്ടൻസേഷൻ പോളിമർ ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ്, അപ്പോൾ മൊഡ്യൂൾ 8 കഴിഞ്ഞ് കഴിഞ്ഞാൽ PYQ ഡിസ്കഷൻ, പല എക്സാമിൻ്റെയും ഡിസ്കഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അനലിസ്റ്റിൻ്റെ ആണെങ്കിലും ഡ്രഗിൻ്റെയും ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകും. ഓഫ് കോഴ്സ് മന്ത്ലി ടെസ്റ്റൊക്കെ നമ്മൾ നടത്തിയിരുന്നു. അതിൻ്റെയൊക്കെ ഡിസ്കഷനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് മക്കളെ 64 മാർക്കിനേക്കുള്ള നമ്മുടെ കെമിസ്ട്രിയുടെ മൊഡ്യൂൾസ്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസിൽ ഈ പറഞ്ഞിരിക്കുന്ന ലെക്ചേഴ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് HSK ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നേക്കാം. ഓൾറൈറ്റ്, താങ്ക് യു ഗൈസ്. നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.